വികസന കാര്യങ്ങളൊന്നും പറയാതെ ക്ഷേത്രം നിർമ്മിച്ച് വോട്ട് തേടുന്നത് കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രത്തിൽ ലോകത്തിൽ ആദ്യത്തെ സംഭവമെന്ന് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ പരകാല പ്രഭാകർ പൊന്നാനി ICSRൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ഇന്ത്യയിൽ ജനാധിപത്യം, മതേതരത്വം, ബഹുസ്വരത എന്നീ മൂല്യങ്ങൾ അപകടത്തിലാണെന്നും നീതി ആയോഗ് ദേശീയ പാഴ്വസ്തുവെന്നും ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം എന്നീ പ്രശ്നങ്ങളെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാർ ക്ഷേത്രം നിർമ്മിച്ച് വോട്ട് നേടുന്ന പ്രക്രിയയാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. Gujarat people are the largest number who are trying to illegally enter United States. They want to live there. Because why can't Gujarat? Gujarat is border. But they don't want to live there. They want to see Gujarat border from a distance. In India today, it is very difficult to get any authentic data. Some time back, there were elections in Karnataka. The Prime Minister was campaigning there. He was addressing many rallies. I was there before. And in those rallies, the Prime Minister repeatedly said that he was abused by the opposition parties 99 times. Not 100 times, not 98 times, precise. Because this is very good, he makes a note, he counts. But if you ask the Prime Minister, how many migrant labor died? No data. അജിത് കൊളാടി, CP മുഹമ്മദ് കുഞ്ഞി, ICSR കോർഡിനേറ്റർ ഇമ്പിച്ചുകോയ കെ, CCMY പ്രിൻസിപ്പൽ ശരത് ചന്ദ്രബാബു, വിദ്യാർത്ഥികളായ അഭിനന്ദ ബാബുരാജ്, ജലീല നാസർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പേജ് TV ന്യൂസ് പൊന്നാനി. ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. സൻഹ ഫാഷൻ, തിരൂർ.